നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ പാടുന്ന വേറെ പാട്ടുകാരില്ല. നമ്മൾ എന്തെങ്കിലും എഴുതി കൊടുത്താൽ, ഞാനൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പാട്ട് എഴുതിയിട്ടുള്ള ആളാണ്, ഞാൻ പാടി എഴുതിയിട്ടുള്ളതാണ്. പാരടി നമ്മൾ പാടി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പ്രദീപ് മേടിച്ചിട്ട് ഒരു ചെറിയൊരു പുള്ളിയുടേതായിട്ടുള്ള ഒരു റൂട്ടായിട്ട് മാറ്റുന്നുണ്ട് ആ പാടത്തിന്റെ സൗകര്യത്തിൽ. അങ്ങനെ ആക്കി കഴിയുമ്പോണ്ടല്ല നമുക്ക് തന്നെ അതായിരുന്നല്ല കറക്റ്റ് വരി, കറക്റ്റായിട്ട് ആ പാട്ടിന് സൂട്ടാകുന്ന വരികൾ പുള്ളി കൈ നിന്നിട്ട് പാടി അതിന്റെ എഫക്റ്റ് ഇട്ട് അത് സൂപ്പറാക്കി തരും. അങ്ങനെ ഒരു കഴിവ് പ്രത്യേകം. കാശ് ഇത്തിരി കൂടുതൽ മേടിക്കുന്നു, അത് മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഞാനൊരു 1000 രൂപ എടുത്തപ്പോ 3000 എന്ന് പറഞ്ഞു, അത് മാത്രമേ എനിക്ക് സങ്കടം വന്നുള്ളൂ. അതൊന്നും കൊടുക്കരുത്, കൊടുത്ത് പഠിപ്പിക്കരുത്. ഇല്ല, ഞാൻ 1000 കൊടുത്തോളൂ. അതുകൊണ്ടല്ല വരികൾ എഴുതിക്കൊണ്ടിരുന്ന വരികളെല്ലാം മാറ്റി പുതിയ വരി എഴുതിയതിന്റെ കാശ് പറഞ്ഞാലേ സ്നേഹമല്ലേ ഉണ്ടാ വലുത്. അതെ, ചോദിക്കണം. അല്ല, ഞാൻ കടം പറയും, അത് കൊടുക്കൂല. ഓണത്തിനിടയിൽ എന്തോ ഒരു പുട്ട് കച്ചവടം ചെയ്തു, തുണിക്കട കച്ചവടം ചെയ്യാൻ പോയോ? ഞാൻ പല പല പരിപാടി നടത്തി പൊട്ടി തകർന്നിരിക്കുന്ന ഒരാളാണ്. അല്ല, അന്ന് യൂസഫിനെ അന്വേഷിച്ചൊരു എലി വന്നെന്നോ? എലിയോ? എന്നെ അന്വേഷിച്ച് വന്നതല്ല, ഞാൻ ബേക്കറി നടത്തിയപ്പോ മധുരപലഹാരങ്ങൾ അന്വേഷിച്ച് വന്നതാ. അതായത് അയ്യോ, അതാരോണ്ട് പറഞ്ഞു അല്ലേ സാർ, ബാഗിന്റെ കഥ. ഇവിടെ നല്ല കാര്യമൊന്നും ആരും പറയല്ല. അതായത് ഞാനേ നമുക്ക് ഈ മിമിക്രിയൊക്കെ കുറഞ്ഞപ്പോഴേ സാറേ, അപ്പൊ എനിക്ക് തന്നെ തോന്നുന്നു എന്തെങ്കിലും വേറെ പണി. പുതിയ സംഭവം അല്ലല്ലോ മിമിക്രി കുറഞ്ഞത്. അല്ല, കുറഞ്ഞു ഒട്ടുമില്ലാതെ എന്തെങ്കിലും ഒന്ന് തുടങ്ങണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊരു ബേക്കറി തുടങ്ങാന്ന് കരുതി സാറേ. ഈ ബേക്കറിയുടെ ABCD എനിക്കറിയാൻ പാടില്ല, എന്താണ് ബേക്കറി എന്ന് പോലും അറിയാതെ ബേക്കറി തുടങ്ങിയേക്കാന്ന് പറഞ്ഞു. ഒരു മനുഷ്യനും മാഞ്ഞാലും ഇല്ലാത്ത ഏരിയയിൽ പോയിട്ട് ഒരു കടയെടുത്ത് ഞാൻ ബേക്കറി തുടങ്ങി. ആ ബേക്കറി തുടങ്ങിയപ്പോൾ ഉദ്ഘാടനത്തിന് നമ്മുടെ കുടുംബക്കാർ ഒന്നിച്ചിരിച്ച സാധനം മേടിച്ചല്ലാതെ വേറെ ഒരു മനുഷ്യനും പിന്നെ വന്നിട്ടില്ല. പക്ഷെ അവിടെ ഒരു ബേക്കറി തുടങ്ങിയെന്നുള്ളത് അവിടെയുള്ള ക്ഷുദ്രജീവികളെല്ലാം അറിഞ്ഞു. അവിടെയുള്ള ഉറുമ്പുകൾ, എലികൾ അവിടെ പൊട്ടാൻ വന്നിട്ട് ബേക്കറി എവിടെ ഇട്ടിട്ടെന്ന് പറയാം. അവരെ ഗ്യാങ് അടിച്ച് വരാൻ തുടങ്ങി. സാറേ, ഞാൻ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ലോകത്തില്ലാത്ത ഉറുമ്പ് കംപ്ലീറ്റ് എൻ്റെ ബേക്കറിയിലുണ്ട്. എന്നിട്ട് ഭാരമൊക്കെ നോക്കിയിട്ടില്ല എടുക്കേണ്ടത്. 5 കിലോ അലുവയുടെ ചുറ്റും ഇരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചണ്ട് പോകാൻ വേണ്ടി 5 കിലോ പൊങ്ങാൻ പറ്റുമോ? എന്നിട്ട് അവർ അത് നടക്കിയാന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം ഇതിനേക്കാൾ വലിയ ഉറുമ്പുകളെ കൊണ്ടുവന്നേക്കണ് അത് പൊക്കാൻ വേണ്ടി. ഈ ബാക്കൊക്കെ ഇച്ചിരി പൊങ്ങിയിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതുങ്ങളൊക്കെ വന്നിട്ട് അതുങ്ങൾ നോക്കിയിട്ട് ഒരു ചെറിയൊരു പീസ് അടിച്ചിട്ട് പോയി. പിന്നെ ലഡുവൊക്കെ ഉരുട്ടി കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള അത് ഞാനത് ഒരു സ്റ്റേഷൻ നടത്തിയപ്പോൾ കുറച്ച് 5-6 ബാഗ് ഇങ്ങനെ നിരത്തി വെച്ചായിരുന്നു റോഡിൽ കൂടി പോകുന്ന ആൾക്കാർ കാണാൻ വേണ്ടി. അപ്പോൾ ഒരാൾ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ എടുത്തു കൊടുത്തു. നല്ല ബാഗാണ് കേട്ടോ. ബാഗ് എടുത്ത് നോക്കിയപ്പോൾ 2 സൈഡിൽ ഹോള്. അപ്പോൾ പറഞ്ഞു, അയ്യോ ഈ ബാഗിൻ്റെ സൈഡിൽ ഹോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ അടുത്തെടുക്കുന്ന പറഞ്ഞാൽ അടുത്തെടുത്തു. അതിലും കൃത്യം 2 സ്ഥലത്ത് ഹോള്. അപ്പോൾ വീണ്ടും ഞാൻ എടുത്തു. എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണ് ബാഗേ. എടുക്കണേന് കംപ്ലീറ്റ് ഹോള്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കമ്പനിയിലുള്ളതാ, ഈ ബാഗിൽ അങ്ങനെ ഉള്ളതാ, കാരണം എല്ലാത്തിലും ഹോളുണ്ട്. അപ്പൊ അയാൾ താനെന്ത് പൊട്ടനാടോ, ഇത് ബാഗ് നമ്മൾ എന്തെങ്കിലും സാധനം ഇടാൻ വേണ്ടിയില്ലേ, ഹോളുണ്ടെങ്കിൽ താഴെ പോവില്ലേ. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണല്ല. സംഭവം എന്താന്ന് പറഞ്ഞാൽ ഞാനിവിടെ 6-7 ബാഗ് ഇങ്ങനെ നിരത്തി വെച്ചായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ എലിക്കുട്ടനുണ്ടല്ലോ, നമ്മൾ അന്വേഷിച്ച് വന്ന ആള്, അവളവിടെ സ്ഥിരതാമസമാണ്. അപ്പൊ ഈ പുള്ളി ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന റൂട്ടാണ് പുള്ളി. കൊങ്കൺ റെയിൽവേ പണിയണ പോലെ ഉണ്ടാക്കി 7 ഹോൾ ബാഗും, അത് ആഴ്ചകൾ കൊണ്ടാണ് കേട്ടോ, 7 ബാഗും തുറന്ന് ആള് പോയിയാണ്. അപ്പൊ എലിക്ക് സ്ട്രൈറ്റ് റോഡായി. 7 ബാഗിന്റെ ഉള്ളിൽ കൂടി പോകും, 7 ബാഗിന്റെ ഉള്ളിൽ കൂടി പോകും. എന്റെ 7 ഞാൻ 7 ആയി. അതിന്റെ അർത്ഥം 7 പട്ടിണിക്കാരനായി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.